ശങ്കരാചാര്യരുടെ മുന്നിൽ ശിവൻ ചണ്ടാളനായിട്ട് അവതരിച്ച് അറിവ് പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരാചാര്യർ ഈ അറിവിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഫോട്ടോ താങ്കളുടെ ആശ്രമത്തിൽ വെച്ചിട്ടുള്ളതിൽ ഈ ചണ്ടാളന്റെ സ്ഥാനത്ത് താങ്കളുടെ ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾ ശിവനാണ് എന്നാണ്? ശങ്കരാചാര്യരുടെ ഭാഗത്തോ? അദ്ദേഹത്തിന്റെ മഹത്വമാണ്. ശങ്കരാചാര്യരുടെ ഭാഗത്ത് കൗശിക് ബാബു ഉണ്ട്. കൗശിക് ബാബുവാണ് തോന്നുന്നു. കൗശിക് ഈ സ്വാമി അയ്യപ്പനിലൊക്കെ അഭിനയിച്ച മോൻ്റെ പിക്ചറാണ് ഇരിക്കുന്നത്. അതായത് ഞാൻ സ്വതവേ അതിന് പറയാറ് എന്താ വെച്ചാൽ, മറ്റേ ഞാൻ തന്നെയാണ്, എൻ്റെ മുഖം വളരെ വ്യക്തമല്ല, എന്നാലും ഞാൻ തന്നെയാണ്, ഒരു സംശയമില്ല. ശങ്കരാചാര്യമായിട്ട് ആ സ്ഥാനത്ത് ഈ കൗശിക്കിനെ വെക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഉണ്ടായിരുന്നത് ശരിക്കും ഇത് ശങ്കരാചാര്യം ശങ്കരാചാര്യം നമ്മളെ തൊഴുതു നിൽക്കുന്ന പോലെയാണ്. ശങ്കരാചാര്യ പോലെയുള്ള ഒരു വ്യക്തി നമ്മളെ തൊഴുതു നിൽക്കുന്ന പോലെ അല്ലാണ്ടൊരു പിക്ചറുണ്ടായിരുന്നു നമ്മളെ കാലിലോട്ടിൽ തന്നെ ഇരിക്കുന്നത്. അത് നമ്മുടെ ഒരു ശിഷ്യനാണ്, അയാളെ ശങ്കരൻ എന്നാണ് പേരിട്ടിരുന്നത്. അയാൾ തന്നെയാണ് കാലിലോട്ടിലിരുന്നതെന്ന്. ശങ്കരൻ തന്നെ പേരിട്ട്, ബോധപൂർവ്വം തന്നെ ശങ്കരൻ പേരിട്ടു. ശങ്കരൻ എൻ്റെ കാലിൻ്റെ ശിഷ്യനാണ്. കാലിലോട്ടിൻ്റെ ഫോട്ടോ ഇട്ടത്. പിന്നെ ഒരുപാട് ആൾക്ക് വിഷമമായപ്പോൾ നമ്മളായിട്ട് വിഷമം വേണ്ടച്ചിട്ട് മാറ്റിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ശിവനായിട്ടാണോ നിൽക്കണമെന്ന് വെച്ചാൽ, മേഘ ഞാൻ ശിവനാണ്, ഞാൻ ശിവനല്ല എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ്. ശിവോഹം എന്നാണ് ഹിന്ദു ധർമ്മം പറയുന്നത്. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ അഹം ശിവ. അഹം ശിവ പറഞ്ഞാൽ ഐ ആം ശിവ. പിന്നെ ഞാൻ ശിവനാണോ വെച്ചാൽ ഐ ആം ശിവ, ശിവോഹം. അതന്നെ ഞാൻ ശിവനായിട്ട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അനുഗ്രഹിച്ച് രോഗം മാറ്റുക അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ശിവനല്ല. ശിവം എന്ന് പറഞ്ഞാൽ ബോധം എന്നാണ് പറയാം. ആത്യന്തികമായി ശരീരദേഹമല്ല, ബോധമാണ്. ഇനി ശങ്കരാചാര്യം ഭഗവാൻ ശിവന്റെ അവതാരമായിട്ടാണ് പറയുക. ശങ്കരാചാര്യമായിട്ട് ഇപ്പോൾ കൗശിക് എന്നാലും ശരി, ആരിപ്പോൾ ശങ്കരാചാര്യ മഠത്തിലെ സന്യാസി ഉണ്ടല്ലോ, അയാളെ ശങ്കരാചാര്യം എന്നാണ് വിളിക്കുക. ഇപ്പോഴത്തെ മഠാധിപതിമാരെയൊക്കെ മൂപ്പൽ സ്വാമിമാരെയൊക്കെ ശങ്കരാചാര്യം എന്നാണ് വിളിക്കുക. തൃശ്ശൂരൊക്കെയുള്ള മൂപ്പൽ സ്വാമിമാരെ ട്രിവാൻഡ്രത്തുണ്ട്, പത്മനാഭ സംശയത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ട്, ഈ പറയുന്ന അർച്ചന ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ വിളിക്കുക ശങ്കരാചാര്യം എന്ന് വിളിക്കുക. ഇവർ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ശിവൻ തന്നെയാണ്, ഇവർ ശങ്കരാചാര്യ എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ചോദ്യം എന്താ വെച്ചാൽ, അബാക് മീഡിയ ചോദിക്കുന്നിടത്തല്ല ഇതിന്റെ പ്രശ്നം വരുന്നത്. അബാക് മീഡിയ അല്ലാണ്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഭക്തരായിക്കൊണ്ടുള്ള ഹൈന്ദവരോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളോ പലരും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊന്നും അറിയാത്ത ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇവർ ഈ ചോദ്യം ചണ്ടാള ബാബയോടെ ചോദിക്കുള്ളൂ, നിങ്ങൾ ശിവനാണോ എന്ന് ചോദിക്കും. ഇത് ശങ്കരാചാര്യ മഠത്തിലെ സ്വാമി വരുമ്പോൾ എന്താ ചോദിക്കാത്തേ? ഇല്ലേ? അത് സ്വാഭാവികമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമില്ലേ? ചണ്ടാള ബാബ ശിവനാണോ, ശങ്കരാചാര്യ മഠത്തിലിരിക്കുന്ന ശങ്കരാചാര്യ ശിവനാണോ? ചോദ്യമില്ല. പക്ഷെ അവർ ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞാലും ചണ്ടാള ബാബ ആണെന്ന് തന്നെ പറയുള്ളൂ. എന്താ ഇതിന് കുഴപ്പമെന്ന്? ആരോ വരച്ച ഏതൊക്കെയോ ടൈപ്പ് മനുഷ്യന്മാരുടെ ഫോട്ടോ നോക്കി ശിവനെ, മറ്റേ രാജവഞ്ഞർമ്മോട് എൻ്റെ ശിവനെ എന്ന് വിളിക്കണം, ശിവനെ എന്ന് വിളിക്കുന്നുണ്ടില്ലേ, എൻ്റെ മുരുക എന്ന് വിളിക്കുന്നുണ്ട് ഇല്ലേ? ഏതോ ഫോട്ടോ അല്ലേ നോക്കിയിട്ടല്ലേ ഈ മുരുകനെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടില്ല. അപ്പൊ ആരോ വരച്ച എന്തോ രൂപം. ഇന്ന് സ്വന്തം പെറ്റമ്മയുടെ രൂപം കണ്ടാൽ പോലും എൻ്റെ ഭഗവതി എന്ന് പറയില്ല. സ്വന്തം ഭാര്യയുടെ മുഖം കണ്ട ഭഗവതി എന്ന് പറയില്ല. സ്വന്തം മകളെ കണ്ട എൻ്റെ കാളി എന്ന് പറയില്ല. അപ്പോ സ്വന്തം എന്ന് പറയുന്ന സ്വന്തം മുഖം കണ്ടിട്ട് പോലും ശിവൻ ഇങ്ങനെയാണെങ്കിൽ സ്വന്തം രൂപത്തിൽ ഒരു ശിവന്റെ രൂപം ഉണ്ടാക്കി വീട്ടിൽ വെക്കാൻ പോലും അറിവില്ലാത്ത അല്ലെങ്കിൽ അതിന് ഗഡ്സ് ഇല്ലാത്ത ആളുകളുടെ ജൽപ്പനങ്ങൾക്കാണോ, അതോ എൻ്റെ ശിവൻ എൻ്റെ രൂപത്തിൽ മതി കണ്ട് എൻ്റെ ആശ്രമത്തിലും എന്നെ പിൻപറ്റുന്നവരും മാത്രം പിന്തുടരുന്നിടത്താണോ പ്രശ്നം? ഞാൻ പറയാം, ആരെ അച്ഛാന്ന് വിളിക്കണ്ട, നിന്റെ അമ്മ കാണിച്ചെന്ന ആൾ അച്ഛാന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ട് എൻ്റെ ശിവൻ ഞാനാണ്, നിന്റെ ശിവൻ നീയാണ്. നിനക്ക് നിന്നിൽ ആദ്യം കാണാൻ പറ്റില്ലെങ്കിൽ എന്നെ കണ്ട, പക്ഷെ ആജീവനാന്തം കാണരുതേ, കുറച്ച് ഞാൻ നിന്നെ തന്നെ കാണുന്നതുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ, സ്വയം ഞാനാണ് ദൈവം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക്. അഹം ബ്രഹ്മാസ്മി, ഇസ്ലാം അനൽ ഹക്ക് പറയും. എന്നും വേണ്ട, നമ്മൾ ഇതിപ്പോൾ ബൈബിളിലാണെങ്കിലും പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആത്മാവാകുന്നു നിന്റെ ആത്മാവ്, നിന്റെ ശരീരം ദൈവത്തിലെ പൗലോസിന്റെ ആണ്, നിന്റെ ശരീരം ദേവന്റെ മന്ദിരമാണെന്നാ പറയുന്നത്. അപ്പൊ ശരീരം ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രവിദ്യ കൃഷ്ണൻ പറഞ്ഞ അതേ ഒരു കാര്യം തന്നെയാണ് ബൈബിളിലും പറഞ്ഞു വെക്കുന്നത്. ദേഹം ചീഞ്ഞു നാർന്ന മണ്ണ് കൊണ്ട് കുഴച്ചിട്ട് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കി എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പടച്ചോൻ അതിന്റെ റൂഹ് ഈ ശരീരത്തിലേക്ക് ഊതിക്കയറ്റി. അപ്പോൾ ഈ റൂഹ് എന്ന് പറഞ്ഞ ആത്മാവ് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവം തന്നെയാകുന്നു. സ്വാഭാവികമായിട്ട് അത് ഊതിക്കയറ്റുന്ന ആലയം എന്താണ്? ശരീരം. സ്വാഭാവികമായിട്ട് എന്താണ് അത്? ഈ ആലയവും ദൈവം തന്നെയല്ലേ, പൂർണ്ണനായ ദൈവമല്ല. അപ്പൊ അത് ഈ ധർമ്മം മാത്രമല്ല, ധർമ്മം അറിയുന്ന ധർമ്മം, ജിഹാദ് എന്നൊക്കെ മുസ്ലിങ്ങളുടെ ധർമ്മത്തിനാണ്. അത് ഏത് ഭാഷയിൽ പറഞ്ഞാൽ പോലും ധർമ്മം അറിയുന്ന, ദൈവത്തെ അറിയുന്ന ആരായാലും ശരി, സഭയും കുഞ്ഞാടുകളും ഒക്കെ വാക്കുകൾ ഒരുത്ത് ഗോ എന്ന് പറയും, ഒരുത്ത് കുഞ്ഞാട് എന്ന് പറയും. ഇതൊക്കെ തന്നെയുള്ള മാറ്റം വേറൊന്നുമില്ല. ആത്യന്തികമായിട്ട് ആത്യന്തിക സത്യം ദൈവരാജ്യം എവിടെയാണെന്നാ പറഞ്ഞത് ബൈബിളിൽ? ദൈവരാജ്യം അതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറയണ്ട, മറിച്ച് ദൈവരാജ്യം എവിടെയെന്നാ പറഞ്ഞത്? നിന്റെ ഉള്ളിലിരിക്കുന്നു ഇല്ലേ? അപ്പോൾ എന്താണ് ദൈവം? പിന്നെ ആരാ നിന്റെ ഉള്ളിൽ ദൈവരാജ്യം ഇരിക്കണമെങ്കിൽ ദൈവം ഇപ്പൊ അമേരിക്ക ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പോലെ തന്നെയല്ലേ?
ദൈവരാജ്യം നിന്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളെന്താണ്? നമ്മൾ ദൈവമാണ്. നമ്മൾ ദൈവമാകുമ്പോഴേ ദൈവത്തിന്റെ രാജ്യം നമ്മളിരിക്കുള്ളൂ. നമ്മൾ പിശാചാണെങ്കിൽ എന്താ പറയുക? പിശാചി എൻ്റെ ഉള്ളിൽ ദൈവരാജ്യം ഇരിക്കുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. ദൈവരാജ്യം, പിശാചിന്റെ രാജ്യം എന്നും പറഞ്ഞില്ല. പിശാചിരിക്കുന്ന എവിടെയാ? ദുഷ്ടഹൃദയങ്ങളിലാണ് പിശാചിരിക്കുന്നത്. അപ്പോൾ അഹം ബ്രഹ്മാസ്മി ശിവോഹം തത്വമസി അയം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എക്സെട്ര എല്ലാം ദൈവം. അത് ഹൈന്ദവമായിട്ട് വലിയൊരു വീക്ഷണമാണ്. ആ ചിന്ത എല്ലാവർക്കും ഉണ്ടായത്. പിന്നെ തന്ത്രശാസ്ത്രമാണല്ലോ ഷഡ്ത്രിംശതി വിശ്വാനി തത്വം, ശിവതത്വമായിരിക്കുന്ന 36 തത്വങ്ങളെ കൊണ്ടാണ് എല്ലാ രൂപങ്ങളും ഭാവങ്ങളും മനുഷ്യരും ജന്തുക്കളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്, എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതും ഭഗവാൻ തന്നെയാണ്. കളിമണ്ണ് കുഴച്ച് കലവും ചട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചട്ടി കലം എന്ന് പറയും, പക്ഷേ അതിന് ആധാരമായിരിക്കുന്നത് കളിമണ്ണ. ഇപ്പോൾ സ്വർണ്ണം കട്ട കേസ് പറയുന്ന നേരത്ത് ഏതെന്നെ വാതിൽപ്പാളി കൊണ്ടുപോയി, എന്താ ദ്വാരപാലത കൊണ്ടുപോയി, ആലില കൊണ്ടുപോയി, പിന്നെ അങ്കാങ്കിന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറയുകയാണെങ്കിൽ കൊണ്ടുപോയത് വേറെ വേറെ സാധനങ്ങളാണ്. ആത്യന്തികമായിട്ട് കൊണ്ടുപോയത് എന്താണ്? സ്വർണം, ഇല്ലേ? അതെ. അത് പറഞ്ഞ പോലെ തന്നെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവമാണ്. നമ്മൾ മനുഷ്യരിൽ ദൈവത്തെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യൻ സ്വയമേവ ദൈവമായി കണ്ടിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരുവിധമുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. എന്താ വെച്ചാൽ എവിടെ കിടക്കുന്ന ദൈവത്തിൽ കാണും. സ്വാഭാവികമായിട്ട് എന്താണ്? ആ ദൈവം ശരി, ഈ ദൈവം ശരി, മറ്റേ ദൈവം ശരി, ബാക്കിയുള്ള ദൈവമൊക്കെ തല്ലിപ്പൊളി. ഇതിൻ്റെ പേരിലാണ് തല്ലി. പിശാചിൻ്റെ പേരിലല്ല ലോകത്ത് തല്ലി നടക്കുന്നത്, ദൈവത്തിൻ്റെ പേരിലാണ്. അതിനുവേണ്ടി അവനവനിലെ ദൈവത്തെ കാണുകയും എന്നിട്ട് എൻ്റെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുകയും തത്വമസി എന്ന് പറയാനും കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര ആ ഭാഷ തന്നെ വേണമെന്നില്ല. എത്ര നന്നായിരുന്നു. തർക്കം ഉണ്ടാവോ? അടി നടക്കോ ദൈവത്തിൻ്റെ പേരിൽ? ഇല്ല. അപ്പോൾ അതില്ല. അപ്പോൾ അത് ഈ ഭാഷ വേണമെന്നല്ല നമ്മൾ പറഞ്ഞത്. ഏത് ആശയത്തിലും എന്നിലും നിന്നിലും ദൈവത്തെ കാണും. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ശാവാസ്യം ഇതം സർവ്വം കാണാൻ പറ്റണം. ആ കാണാൻ പറ്റണമെന്ന ജീവിതത്തിൽ നമ്മൾ അത് അനുവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ദൈവമാണെന്ന് പറയും. ഒപ്പം പറയുന്നൊരു വാക്കുണ്ട്, നീയും ദൈവമാണ്. പക്ഷേ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങി കഴിച്ചോ. അപ്പോൾ എന്താ ദൈവം? ദൈവം എന്ന് പറഞ്ഞ പ്രകാശം. അത് ആ ദീവ് ധാതുവിൽ നിന്നാണ് ദൈവം എന്ന വാക്കുണ്ടായെന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഈ ലളിതല്ല, ജ്ഞാനം, അറിവുണ്ടാകുക. അപ്പം ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ഞാൻ അറിവാണ്. അറിവ് തന്നെ ഏതറിവ്? അറിവ് നിങ്ങൾക്ക് അറിവുകേട് തോന്നുന്നത് പോലെ എനിക്ക് ചിലപ്പോൾ അറിവായിരിക്കാം. അറിവാണ്. കാരണം അജ്ഞാനം ജ്ഞാനം എന്നൊരു സൂത്രമുണ്ട്. അറിവില്ല എന്നൊരു മനുഷ്യന് എപ്പോൾ തോന്നുന്നു അത് അറിവാണ്. മനസ്സിലായില്ലേ? അപ്പം അജ്ഞാനിയാണെന്ന് തോന്നുമ്പോൾ അജ്ഞാനം കൊണ്ട് തോന്നിയത് തന്നെയാണ്. അപ്പോൾ അജ്ഞാനം ജ്ഞാനം. അപ്പം എവിടെയാണ് അറിവില്ല തോന്നുന്നത് അത് തന്നെ അറിവാണ്. അധർമ്മം മനസ്സിലായി കഴിഞ്ഞാൽ ധർമ്മമായി മാറി. ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ദൈവമാണെന്ന് ഞാൻ അറിയുമ്പോൾ എന്തായി? ദൈവം. അപ്പോൾ ആ ദൈവം എന്താണ്? അറിവ്. എനിക്കറിവുണ്ട്. അത് അറിവ് തന്നെയാണ്. ആ അറിവ് ഞാൻ അറിവാകുന്നു, നീയും അറിവാകുന്നു. കേവല അറിവ് തന്നെ നോക്കിക്കോളൂ. ഇത് കണ്ണാണ്, ഇത് മൂക്കാണ്, നാക്കാണ്, ഇത് കൈയാണ്, ഇത് കാലാണ്. ഇത് അറിവ് തന്നെയല്ലേ? ബോധമാണ്. മൂണ പോയാൽ പിന്നെ അത്യാവശ്യം ഒന്നുമില്ല, ഇല്ലേ? ഞാൻ ദൈവമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിവാണ്. അറിവ് ഗുരുവാണ്. അറിവാണ് ഗുരു, വ്യക്തിയല്ല. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഒരു ശിഷ്യനാണെന്ന് തോന്നുന്നു, മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നു, പാദപൂജ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നോ? എന്തിന്റെ? ദൈവത്തിന്റെ. ഞാൻ ദൈവമാണ് എന്നുള്ള സങ്കല്പത്തിന്റെ. അത് മഹാചണ്ഡാള ജയന്തിയുടെ ഭാഗമായിട്ട് നടന്ന ഒരു ആഘോഷമല്ലേ? മഹാചണ്ഡാള ജയന്തി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർക്ക് തത്വോപദേശം കൊടുത്ത ആ അവതാര പുരുഷനെ സ്മരിക്കുന്ന നമ്മുടെ ശങ്കര ജയന്തി ആഘോഷിക്കുന്നുണ്ടല്ലോ ഇവിടെ സന്യാസിമാർ, ഹിന്ദു സന്യാസിമാർ. അവർ ഹിന്ദുത്വത്തിൽ ഭേദമില്ല, ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല എന്ന് പറയുന്ന സന്യാസിമാരാണ്, അദ്ദേഹം വേണവരാ. ഇതുവരെ ചണ്ഡാള ജയന്തി ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചണ്ഡാളൻ ശങ്കരാചാര്യർക്ക് ഉപദേശം കൊടുത്തു എന്നുള്ളത് ഇവിടെ ഉള്ളതുമാണ്. പൊട്ടന്തയ്യൊക്കെ ഉള്ളതാണ്, ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ഭാഗമായിട്ട് പൊട്ടന്തയ്യൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ചണ്ഡാള ജയന്തി ശങ്കര ജയന്തിക്ക് സന്യാസിമാർ ഇവിടെ നടക്കുന്നുണ്ട്, ഭരതനാട്യം നടത്തുന്നുണ്ട്, ഉച്ചപടി നടത്തുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, പ്രഭാഷണം നടത്തുന്നുണ്ട്, ഒക്കെ നടത്തുന്നുണ്ട്. ചണ്ഡാള ജയന്തിക്ക് ആഘോഷിക്കുമ്പോൾ അവിടെ പാട്ടും ഡാൻസും ഉണ്ടാവും. പിന്നെ എൻ്റെ ശിഷ്യരല്ലാണ്ട് എനിക്ക് പുറത്തുനിന്ന് ഡാൻസ് സ്റ്റേഷനിൽ കൊടുത്ത് കളിപ്പിക്കാം പൈസ ഇല്ല, ഉണ്ടെങ്കിലും ഞാൻ ചെയ്യൂല. ആ പൈസ ഞാൻ ഈ പറഞ്ഞ ദുഃഖിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിഷമിക്കുന്നവർക്ക് എടുത്തു കൊടുക്കും. അല്ലാണ്ട് ഇതിനു വേണ്ടി ഞാൻ പൈസ ചിലവാക്കില്ല. അവിടെ അത്ര പൈസ ഒന്നും അവിടെ ചിലവായിട്ടില്ല. ആളുകൾ സ്റ്റേജ് കാണുമ്പോൾ അത്ഭുതപ്പെടുന്നതാണ്. മറ്റൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓഡിറ്റോറിയത്തിൻ്റെ വാടക 2500 രൂപയാണ് അന്ന് നമുക്ക് ചിലവുള്ളൂ. ഇന്നിപ്പോൾ ഓഡിറ്റോറിയത്തിന് ഇപ്പം നമ്മൾ ആ പരിപാടി നടത്തിക്കൊണ്ട് വാടക കൂടിയോ നമുക്കറിയില്ല. മറിച്ച് വാടക കുറവാണ്. ഡെക്കറേഷൻ മറ്റുള്ളൊക്കെ ചെറിയ ചെറിയ ചിലവ് ചെയ്ത ആളുടെ അറിയാലോ. എല്ലാ മേഖലയിലും എനിക്ക് ശിഷ്യന്മാരുണ്ട്, അറിയാലോ അല്ലേ? കന്ന് ബോട്ടിലിട്ടിട്ട് എല്ലാം, ഇപ്പോൾ പൗരോഹിത്യമായാലും ശരി, പൊളിറ്റീഷ്യൻസ് ആയാലും ശരി, എല്ലാ മേഖലയിലും എനിക്ക് ശിഷ്യരുണ്ട്. അതിലൊരു ഡാൻസ് കളിക്കുന്ന പിള്ളേരൊക്കെ വന്ന് കളിച്ചു. അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക്, നമ്മൾ ഇട്ടിട്ട് ആ ഒരു പരിപാടിയുടെ പേരിൽ. അല്ലാണ്ട് ഒരിതുമില്ല. പിന്നെ 2-3 ആൾക്കാർ പുരസ്കാരം കൊടുത്തു. നമ്മളിവിടെ ആയാലും പുറത്തായാലും പുരസ്കാരം കൊടുത്തു, നാഗയ്ക്ക് കൊടുത്തു, അങ്ങനെ കൊടുത്തു. അതൊക്കെ ചെറിയ ചെറിയ സംഖ്യയുടെ മൂല്യമല്ല നമ്മളവരോട് പറഞ്ഞിട്ടുണ്ട്, ആദരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും നടന്ന വലിയ ചിലവിലല്ല. അപ്പോൾ അത് ചണ്ഡാളജയന്തി. പിന്നെ അദ്ദേഹം കളിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഗുരു എന്നുള്ള എനിക്ക് നമുക്കുള്ള സമർപ്പണമാണ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞ കുഴപ്പമില്ല, കഴിഞ്ഞ തവണ ഇപ്പോൾ പറയാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ മരണശയ്യയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പം മരിക്കും എന്ന് അദ്ദേഹം അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയില്ല.
അപ്പോൾ അദ്ദേഹം ഓടി വന്നിട്ട് കരഞ്ഞിട്ട് എനിക്ക് എൻ്റെ അമ്മ മരിക്കും അദ്ദേഹം പറഞ്ഞു. ഞാൻ അറിയാലോ ബാബാജി, എനിക്കത് സഹിക്കാൻ പറ്റും. പക്ഷെ അതിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അയാൾ ഓടി വന്ന് കരയാൻ ഞാനേ ഉണ്ടായിട്ടുള്ളൂ. കുഴപ്പമില്ല കുഞ്ഞ്, നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. രണ്ട് മൂന്ന് തവണ ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ വലിയ ചികിത്സകളും മറ്റുള്ളതും പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും പറഞ്ഞു അത് വെറുതെ ചികിത്സിച്ച് കാശുകളിലേ ഉണ്ടാവുള്ളൂ, കുറച്ചും കൂടി വിശ്വസനീയമായ ഒരു സ്ഥലത്ത് കാണിക്കാമെന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കൂടുതൽ ട്രീറ്റ് ചെയ്താലും പൈസ വെറുതെ പോകും, അപ്പോൾ അത്യാവശ്യം അമ്മയ്ക്ക് ആശ്വാസമാവുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ പോയി അമ്മ അവിടെ നിന്നു. അമ്മ നിൽക്കുന്ന സമയത്ത് ഈ പ്രാവശ്യത്തെ ജയന്തി ഏറ്റെടുത്തത് ഈ കണ്ണൻ എന്ന് പറഞ്ഞ ഡാൻസ് മാസ്റ്ററാണ്, നമ്മുടെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തതിന് ശേഷം ഇങ്ങനെ വന്നപ്പോൾ അതിന് വിഷമായി, അയ്യോ നടക്കില്ല. എന്നാൽ പോലും അദ്ദേഹം മാറി നിൽക്കാതെ ഒരു തരത്തിലും എക്സ്ക്യൂസ്, പല ശിഷ്യരോട് എക്സ്ക്യൂസ് പറയും, അത് കല്യാണം ഇത് കല്യാണം പൂരം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊരു എക്സ്ക്യൂസും പറയാണ്ട് അവസാനം അമ്മയും പറഞ്ഞു മോനെ അത് പോയി ചെയ്യണം, പെങ്ങളും പറഞ്ഞു നിങ്ങളെ ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം വിവാഹിതനല്ല, പിന്നെ സ്റ്റുഡൻസും ഒപ്പം നിന്നു, നമ്മുടെ ശിഷ്യരൊക്കെ പാടെ ചെയ്യണം. അദ്ദേഹത്തിന് ഡാൻസ് സ്റ്റുഡൻസ് ഉണ്ട്. ഇതൊക്കെ പാടെ നിന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന സമയത്ത് ആ ജയന്തിയുടെ അന്നാണ് അമ്മ കുറച്ച് ആശ്വാസത്തോടു കൂടി കടന്നു വരുന്നത്. അതിൽ കഞ്ഞിനും കൂടി കുടിക്കാൻ പറ്റിയിരുന്നില്ല അമ്മയ്ക്ക്, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ശോധനയില്ല, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. എന്തായാലും അമ്മ കുറച്ച് ആരോഗ്യത്തോടു കൂടി വരികയാണ്. ഈ അവിടെ അമ്മ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് അമ്മ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവമായിട്ടല്ല, ഗുരുവിൽ തന്നെ ഈശ്വരനെ കാണുന്ന വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. എനിക്ക് ആ ദൈവത്തെ കാണാൻ അമ്പലങ്ങളിൽ പോയി തിരയേണ്ടതില്ല. ചലിക്കാത്ത വിഗ്രഹങ്ങളെക്കാൾ ചലിക്കുന്ന എന്നോട് സംസാരിക്കുന്ന, എനിക്ക് സങ്കടം വരുമ്പോൾ കരയാൻ, കെട്ടിപ്പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ ഒരു പച്ച മനുഷ്യനുണ്ട് ഇവിടെ. അതാണ് കണ്ണൻ്റെ പോളിസി, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പച്ച മനുഷ്യനുണ്ട്, ആ പച്ച മനുഷ്യന് കൂടെ അനുഗ്രഹത്തോട് കൂടിയിട്ട്, ആ മനുഷ്യനിലൂടെയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അയാളൊരു ഡാൻസർ ആവുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് ആടിത്തിമർക്കുന്നത്. പിന്നെ ഡാൻസ് കളിക്കുമ്പോൾ കരയേണ്ടടത്തേ കരയേണ്ടുള്ളൂ, ചിരിക്കണോട് ചിരിക്കണം. ആ സമയത്ത് അദ്ദേഹം ഉണ്ടായതിൻ്റെ അഭിനയമാണ് അത് കാണിക്കുന്നത്. അതിനുശേഷം കാലിൻ്റെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ എത്ര ആളുകൾ ട്രോളി. പക്ഷെ മറിച്ചുണ്ടല്ലോ, ഒരു മാതാവിനെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, സ്വന്തം ബന്ധങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കും അതെൻ്റെ കണ്ണൻ്റെ നൊമ്പരമാണ്. കരയുകയാണ് കണ്ണൻ കാലിടെ. അത് ഗുരുദൈവമായിട്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ ആഘോഷമായിട്ടുമല്ല. ആ ഒരു ഗ്യാപ്പ് കണ്ണനൊരു വലിയ ഗ്യാപ്പാണ്. കാരണം അമ്മ ആ 2 ദിവസം 3 ദിവസം വൈകും അമ്മ ഡോക്ടറെ കാണിക്കുന്ന ഒപ്പം തന്നെ കാണാൻ അമ്മയെ കൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ, അമ്മയ്ക്ക് ആഗ്രഹമുള്ളത്, ക്ഷേത്രത്തിൽ പോകണേ രക്ഷപ്പെടണമെന്ന് അറിയാനല്ല, അമ്മയ്ക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ണൻ അമ്മയെ കൊണ്ടുപോയി. അതൊക്കെ നീട്ടിക്കിട്ടിയപ്പോൾ പ്രപഞ്ചത്തിന് അദൃശ്യമായിരിക്കുന്ന ആ ശക്തിയെ കെട്ടിപ്പിടിക്കാൻ കണ്ണന് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. പലർ വിഗ്രഹത്തെയും ഫോട്ടോനെയും കെട്ടിപ്പിടിക്കുക, അതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പള്ളിയിൽ പോയിട്ട് ചുറ്റുകയും മുത്തം കൊടുക്കുകയും അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി തേങ്ങ ഉരുട്ടുകയും ചെയ്യുന്ന, ഉരുണ്ട് കളിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇതിനൊക്കെ ആക്ഷേപിക്കുന്നത്. കണ്ണൻ ആശ്വസിക്കാൻ ഒരു കാലുണ്ടായി, അത് കണ്ണൻ വന്നിട്ട് പിടിച്ച് കരഞ്ഞു. അതറിയാണ്ടെയാണ് ട്രോൾ ചെയ്തത്.